ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ +1 എക്കണോമിക്സിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനുണ്ട്. അതായത് 18-ാം തീയതി നിങ്ങൾക്കുള്ള എക്സാമിന് വരുന്നുണ്ട്. നമ്മുടെ ചാപ്റ്റർ നെയിം എന്താണ് മക്കളെ? ഇന്ത്യൻ എക്കോണമി 1950-1990. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് പെർസ്യൂട്ട് ടിൽ 1991. അതായത് 1991 വരെ പിന്തുടർന്നു വന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ. ഇതെന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഗോൾസ് ഓഫ് 5-year പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് മോഡേണൈസേഷൻ. ഗ്രോത്ത്, മോഡേണൈസേഷൻ, ഇതിൻ്റെയൊക്കെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് തന്നെ പഠിക്കണം. ദെൻ ഇക്വിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു എസ്സേ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഗോൾസ് ഓഫ് 5-year പ്ലാൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫെയിലിയേഴ്സും എന്താണെന്ന് നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. എക്കണോമിക് പ്ലാനിങ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഓരോ പോയിന്റ് എടുത്ത് തന്നെ പഠിക്കണം. റൈസ് ഇൻ നാഷണൽ ഇൻകം, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ നമ്മൾക്കത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ 2 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്? ഈ പറഞ്ഞ ഗോൾസ് ഓഫ് 5-year പ്ലാൻ. അത് മസ്റ്റാണ് കേട്ടോ, എന്തായാലും പഠിക്കുക, വന്നിരിക്കും, നന്നായിട്ട് തന്നെ പഠിക്കുക. രണ്ടാമത്തത് എന്താണ്? അച്ചീവ്മെൻറ്റ്സ് ഓഫ് പ്ലാനിങ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഫെയിലിയേഴ്സും. എന്തൊക്കെയായിരുന്നു നമ്മുടെ എക്കണോമിക് പ്ലാനിങ് കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഫെയിലിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് മാത്രമാണോ ചോദ്യങ്ങൾ വരിക? അല്ല അല്ലേ, അല്ലാതെയും ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അതല്ലാതെ ഓരോ മാർക്കുകൾക്ക് എന്തൊക്കെ ചോദിക്കും എന്നുള്ളത്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും. ഓക്കെ, ഗ്രീൻ റെവല്യൂഷനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നന്നായിട്ട് പഠിച്ചോളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഒരു ബെനിഫിറ്റ്സ് ചോദിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, അതൊന്ന് നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഈ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. റെഡിയല്ലേ? പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ലാൻഡ് റീഫോംസ് ഇംപ്ലിമെൻ്റ് ചെയ്തതിനെ കുറിച്ച്. അഗ്രികൾച്ചറൽ സെക്ടറിൽ ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അഗ്രികൾച്ചറൽ സെക്ടർ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റെഡിയല്ലേ? അപ്പോൾ ആ ഒരു ലാൻഡ് റീഫോംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതണം. അതിൻ്റെ നേട്ടങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അത് കൊണ്ടുവന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. റെഡിയല്ലേ? ഓക്കെ, പിന്നെ നമ്മളോട് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, കുറച്ച് നമുക്ക് രാജ്യങ്ങളുടെ പേര് തന്നിട്ട് അത് ഏതൊക്കെ സിസ്റ്റമാണ് വരുന്നത്, ഏതൊക്കെയാണ് ആ ഒരു എക്കണോമിക് സിസ്റ്റം. സോഷ്യലിസം ആണോ, ക്യാപിറ്റലിസം ആണോ, അല്ലെങ്കിൽ മിക്സ്ഡ് എക്കോണമി ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചാൽ നമുക്ക് ഏകദേശം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗോൾസ് ഓഫ് 5-year പ്ലാൻ മറക്കണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഇനി സംശയമില്ലല്ലോ. റെഡിയല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം. ഇതുപോലെ ഓരോ ചാപ്റ്റർ നമുക്ക് നോക്കി പോകാം. റെഡിയല്ലേ? ഓക്കെ.